Hi guys, once again welcome back to the world of social history. So നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ SSLC ഓണം എക്സാം 2024 ഓണം എക്സാമിന് ചോദിക്കുന്ന ഷുവർ ആയിട്ട് റവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ് ലെവൽ 100% ഷുവർ ക്വസ്റ്റ്യനാണ്. 30 മാർക്ക് ഈ ഒറ്റ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. സോ നമ്മൾ കിടക്കുകയാണ്. അതായത് അതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു താങ്ക്സ് നിങ്ങളോട് പറയാനുണ്ട്. അതായത് നമ്മുടെ ഒരു ഷോർട്സിൽ നമ്മൾ 1000 ആൾക്കാർ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. സോ എല്ലാവർക്കും താങ്ക് യു ഗൈസ്. അപ്പോൾ നമ്മൾ കിടക്കുകയാണ് റവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ് ലെവൽ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്നും 30 മാർക്കിന് ഷുവറായിട്ട് നിങ്ങൾക്ക് 30 മാർക്ക് നിങ്ങൾക്ക് കാണാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ശ്രദ്ധിച്ചു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഐഡന്റിഫൈ ദ റവല്യൂഷൻ റിലേറ്റഡ് ദ ഫോളോയിങ് സ്ലോഗൻ. നോ ടാക്സേഷൻ ആൻഡ് വിത്തൗട്ട് റെപ്രസെന്റേഷൻ. അത് ഏതാണ്? നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏതാണ്? അത് സിമ്പിളാണ്. അതായത് അത് അമേരിക്കൻ ആണ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇത് 2 മാർക്കിനുണ്ട്. അവിടെ ചോദിക്കാൻ സാധ്യതയില്ല. ഇതൊരു 2 മാർക്ക് നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാം. 2 മാർക്ക് നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ പ്രാതിനിധ്യമില്ലാത്ത നികുതിയില്ല, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നത് എവിടെയായിരുന്നു? അത് ഫ്രഞ്ച് വിപ്ലവത്തിലായിരുന്നു. ഇത് ഫ്രഞ്ച് റെവല്യൂഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇത് പഠിച്ചു വെക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്ലെയിൻ ദ മെയിൻ ഫാക്ടർ ഓഫ് ലെഡ് ടു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതാ? മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ, കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഇത് മൊത്തം വെച്ച് എഴുതിയാൽ നമുക്ക് ഒരു എസ്സേ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഒരു 6 മാർക്ക് നമുക്കിവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു 6 മാർക്ക് അവിടെ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? നോക്കി വെക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് നിങ്ങൾ നോക്കി വെക്കുക. അപ്പം അവിടെ 6 മാർക്ക് കിട്ടി. ഇനി അടുത്ത് എന്താ? എക്സ്പ്ലെയിൻ ദ വെരിഫൈ ദ കേസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ ഹിന്റ്. അപ്പം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണങ്ങൾ ചുരുക്കമായിട്ട് വിശദീകരിക്കുക. അതും 6 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതും 6 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താ? ഏകാധിപത്യ ഭരണം, എന്താ? ഓട്ടോക്രാറ്റിക് റൂൾ ആൻഡ് സാമൂഹിക അസമത്വങ്ങൾ, ചിന്തകന്മാരുടെ ഇൻഫ്ലുവൻസ് ഓഫ് ദ തിങ്കേഴ്സ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. സോ ഇത് നിങ്ങൾക്ക് എത്ര മാർക്കിന് ചോദിക്കും? 6 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സാമ്പത്തിക മാറ്റങ്ങളെ ഫ്രാൻസ് നേപ്പാളിൽ അവതരിപ്പിച്ച പരിഷ്കരണങ്ങളെ കുറിച്ച് തിരിച്ചറിയുക. അതായത് ഐഡന്റിഫൈ ദ റീഫോം ഇൻഡ്യൂസ്ഡ് ബൈ നെപ്പോളിയൻ ഇൻ ദ ഫ്രാൻസ് ഓഫ് എക്കണോമിക് ചേഞ്ചസ്. അതായത് നേപ്പാളിൽ ഫ്രാൻസിലെ അവസാനത്തെ ഭാഗത്തേക്കാണ് പോകുമ്പോഴാണ് ഈ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം എന്താ? പരിഷ്കരണങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു ടേബിൾ ഫുൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഉറപ്പ് വരുത്തുക. പിന്നെ ലാസ്റ്റ് റഷ്യൻ റവല്യൂഷൻ ആര് നമ്മൾ നിർമ്മിച്ചതാണ്? വർക്കേഴ്സ്, തൊഴിലാളിമാരാണ്. 1917 റഷ്യൻ റവല്യൂഷൻ ഉണ്ടാവാൻ കാരണം സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ആൻഡ് ബോൾഷെവിക് ആൻഡ് മെൻഷെവിക്. ഓക്കെ, ഇതിനെക്കുറിച്ച് നമ്മൾ വിവരീകരിച്ച് ചെയ്താൽ 6 മാർക്കിന് എസ്സേ ചോദിക്കും. റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? പക്ഷേ ഇവിടെ തന്നെ ഒന്നുകൂടി ഉണ്ട്. എന്ത്? അവിടെ ഫെബ്രുവരി റവല്യൂഷൻ ആൻഡ് ഒക്ടോബർ റവല്യൂഷൻ, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം എന്ന് ഷുവറായിട്ടും 6 മാർക്ക് നിങ്ങൾക്ക് ഏതെങ്കിൽ അത് പഠിച്ചിരിക്കണം. പിന്നെ റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ റിസൾട്ട് ഓഫ് റഷ്യൻ റവല്യൂഷൻ? 4 മാർക്കിന് ഷുവറായിട്ട് ചോദിക്കും. 4 മാർക്കിന് ഉറപ്പായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റഷ്യൻ റവല്യൂഷന്റെ എന്താണ് റിസൾട്ട് എന്തെല്ലാം എന്ന് റഷ്യൻ റവല്യൂഷൻ ഉറപ്പായി നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാം. പിന്നെ വാട്ട് ആർ ദ ഐഡിയോഗ്രഫീസ് ഓഫ് ഡോക്ടർ സെയാൻസെൻ. എന്താ? ചൈനീസ് റവല്യൂഷനിലേക്ക് ചൈനീസ് റവല്യൂഷനിലെ ഡോക്ടർ സെയാൻസെന്നിന്റെ സൈന്യത്തെ പ്രായങ്ങൾ എന്തെല്ലാം? ദേശീയത, സോഷ്യാലിറ്റി, അങ്ങനെ ആ ഒരു ചെറിയ ബോക്സില്ലേ, ആ ഒരു ബോക്സ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അവസാനത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഹൗ ദ ചൈന ബിക്കം എ പീപ്പിൾസ് റിപ്പബ്ലിക്. അതായത് ചൈന എങ്ങനെയാണ് ഒരു പീപ്പിൾസ് റിപ്പബ്ലിക്കായി മാറിയത് വിശദീകരിക്കുക. സൂചനകൾ തന്നിട്ടുണ്ട്. സെയാൻസെന്നിന്റെ നേതൃത്വത്തിലുള്ള വിപ്ലവം, സെയാൻസെന്നിന്റെ കയ്യിൽ നിന്ന് ചിയാൻ കൈഷക്കിൽ നിന്ന് മാവോ സേതുങ്, ഇത്രയും ആൾക്കാരുടെ കയ്യിലേക്കാണ് എത്തിയത്. അതിനെക്കുറിച്ച് വിവരീകരിച്ചൊരു 6 മാർക്കിന് ഷുവറായിട്ട് എഴുതാൻ കഴിയുമെങ്കിൽ, 6 മാർക്കിന് നമ്മൾ കൊണ്ട് എഴുതാൻ കഴിയുമെങ്കിൽ എന്താ? അതിന്റെ മാർക്ക് ഷുവറായിട്ട് നിങ്ങളുടെ കയ്യിൽ പോകുന്നു. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കാര്യങ്ങളിൽ നിന്ന് സെറ്റാക്കി നമുക്ക് പഠിച്ചിരിക്കാം. സോ സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററിയിലെ റവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ് എന്നതിൽ 100% ഷുവർ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ 30 മാർക്ക് ഇവിടെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. സോ എന്ത് ചെയ്യാം? ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. സോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരുമ്പോൾ വീണ്ടും കണ്ടുമുട്ടാം. അടുത്ത മിക്കവാറും ജോഗ്രഫീൻ്റെ ചാപ്റ്റർ 1 100% ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ എല്ലാവരും